ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. റിവേഴ്സ് മൈഗ്രേഷൻ, മടക്കയാത്ര എന്നുള്ളൊരു വീഡിയോ ഞാൻ മാസങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പലരും നമ്മളെ ആ വീഡിയോ കണ്ടിട്ട് കുറേ വിമർശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് മാസങ്ങൾ മുമ്പ് ഇട്ട വീഡിയോ ആണ് എന്നുള്ളതും ഇപ്പോൾ ആ ഒരു കാര്യങ്ങളിലൂടെ, ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങളിൽ പലരും കടന്നു ചെല്ലുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾ താഴ്ത്തുന്ന കമൻറ്റ് ചെയ്യും. എത്ര പേര് ആ ഒരു അവസ്ഥയിൽ അന്നത്തെ വീഡിയോ കണ്ട് തന്നെ വിമർശിച്ചവരും ഇന്ന് അത് തന്നെ വീഡിയോ കാണുന്നവരും അവരും കമൻറ്റ് ചെയ്തു. വേറൊന്നും പറയാനില്ല. ഞാൻ അവസ്ഥകൾ, ഫാക്ട്സ്, ഇവിടുത്തെ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ പലർക്കും അത് ഡൈജസ്റ്റ് ആവുന്നില്ല. അത് അങ്ങനെ ഡൈജസ്റ്റ് ആവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് സത്യം. നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും. എനിവേ, ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റെ ചാനൽ കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഷെയർ ചെയ്യുക. സ്വാഗതം. സോ ഗൈസ്, റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നത് UK മാത്രമല്ല. UK തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ മടക്കുന്നത് കാനഡയിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ ഏകദേശം 2.5 മില്യൺ മേലെ ആളുകൾ മടക്കയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നു. കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അതേ അവസ്ഥയിലാണ് UK കിടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ചുള്ളൊരു വീഡിയോ ആണ്. പ്ലസ് ഇവിടെ നിൽക്കുന്നവർക്കും ഈ പറഞ്ഞ വീഡിയോ കാണുന്നവർക്കും അവർക്ക് മനസ്സിലാവാനും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് എന്ന് കൂടി ചിന്തിക്കുക UK സാഹചര്യങ്ങളിൽ. സോ കാനഡയിൽ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങുന്നു. നമുക്ക് കുറച്ച് നാളുകൾ മുമ്പൊക്കെ വളരെ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം 4000-ന് മേലെ ആളുകളെ കാനഡയിലേക്ക് കയറ്റിവിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ട ആളുകളൊക്കെ ഉണ്ട് അല്ലേ. സോ അവരിൽ പലരും തിരിച്ചു വരാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇല്ലെങ്കിൽ മുന്നേ പോയ പലരും തിരിച്ചു വരാനായിട്ട് പോകുന്നു. കാരണങ്ങളൊന്ന് അവിടുത്തെ ക്രൈസിസ് തന്നെയാണ്. അത് പല രീതിയിൽ, ഹൗസിംഗ് ക്രൈസിസ് ആവട്ടെ, ജോബിൻ്റെ അവൈലബിലിറ്റി, പാർട്ട് ടൈം ജോബ് പോലും കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നവരാവട്ടെ, പിന്നെ അവിടുത്തെ ഇപ്പോൾ ഇന്ത്യ കാനഡയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വഷളായതിൽ തുടർന്ന് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നു. ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെയും കുറേയധികം വഷളത്തരങ്ങൾ നമ്മളവിടെ കാണുന്നു. അതെല്ലാം അവിടെ കാനഡയുടെ ജീവിതത്തെ, ഇല്ലെങ്കിൽ അവിടെയുള്ള ജീവിക്കുന്ന ആളുകളുടെ മനസ്സ് മടിപ്പിക്കാനും തിരിച്ചു പോകാനുള്ള ഒരു ചിന്ത അവരിൽ വളർത്തിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ ക്രൈസിസ് ആവട്ടെ, ഈ പറഞ്ഞ റിലീജിയസ് ഇല്ലെങ്കിൽ ലീഗൽ മൈഗ്രേഷൻ്റെ മറ്റ് പ്രശ്നങ്ങൾ, ജോബിൻ്റെ ലഭ്യത കുറവ്, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, ഇതെല്ലാം പലരെയും അതിനെക്കാട്ടി ബെറ്റർ ലൈഫ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് തിരിച്ചു വരുന്നവരുണ്ട്. തീർച്ചയായിട്ടും അവർ നാട്ടിൽ നിന്ന് പോയവരാണ്. അപ്പോൾ നാട്ടിലെ സാഹചര്യങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. പോകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ മനസ്സിലാക്കി തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ അവിടെ ചെന്ന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ UK ഉണ്ടായ പോലെ തന്നെ സാഹചര്യങ്ങൾ, മാറ്റങ്ങൾ അവിടെയും ഉണ്ടായി. അതിനെ തുടർന്ന് അവർ നാട്ടിലോട്ട് മടങ്ങുന്നു. ഒരു തെറ്റും പറയാനില്ല. ഞാൻ അന്നും പറഞ്ഞതാണ് റിവേഴ്സ് മൈഗ്രേഷൻ നടക്കും. ഇനി UK അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അന്നും പറഞ്ഞു, ഇത് ഇപ്പോഴും പറയുന്നു. തീർച്ചയായിട്ടും റിവേഴ്സ് മൈഗ്രേഷൻ UK വലിയ തോതിൽ നടക്കും. അപ്പോൾ ഇപ്പോൾ കാനഡയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ട്രൂഡോ സർക്കാർ രാജിവെച്ചു. പുതിയ സർക്കാർ വരെ ഇനിയിപ്പോൾ ഫോറിനേഴ്സിന് ഇല്ലെങ്കിൽ നമ്മുടെ ഈ മൈഗ്രൻസിന് പറ്റിയ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ, മാറ്റങ്ങൾ കൊണ്ടുവരികയോ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷേ PR കിട്ടാതെയാണ് ഒരുപാട് ആളുകൾ തിരിച്ചു പോകുന്നത്. പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടാതെയും പല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അവിടുത്തെ അതേ അവസ്ഥ തന്നെയാണ് UK വന്നുകൊണ്ടിരിക്കുന്നത്. ലീഗൽ മൈഗ്രൻസ് ഒരുപാട് പേര് ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ആ വരുന്നവരിൽ നമുക്കറിയാം പലരും നിങ്ങൾക്ക് കിട്ടേണ്ട ജോലികളും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ജോലികളിലും പലതും നമുക്ക് നഷ്ടമാവും. അങ്ങനെ അതിനുപരി തന്നെ ഈ മൈഗ്രൻസ് വരുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഭയങ്കര പ്രഷറിലായിട്ട് മാറും. കാരണം നെറ്റ് മൈഗ്രേഷൻ റോക്കറ്റ് പോലെ ഉയർന്നു. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ നിയമമാറ്റങ്ങൾ കൊണ്ടുവന്നു. ഫസ്റ്റ് തന്നെ UK സ്റ്റുഡൻസിന് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു. അതിനുശേഷം UK സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്റ്റ് ചെയ്തു. അതിനുശേഷം അവർക്ക് ഏക ആശ്രയം ഉണ്ടായിരുന്ന കെയർ വിസയിൽ ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ത്രഷോൾഡ് വലിയ രീതിയിൽ ബാധകമായിരിക്കുകയാണ് പലരെയും. സാലറി ത്രഷോൾഡ് ബാധകമായതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്ത കമ്പനികളടക്കം ലാസ്റ്റ് മിനിറ്റിൽ സ്പോൺസർഷിപ്പ് ഇല്ലെന്ന് പറഞ്ഞ് പലരും നമ്മളെ കരഞ്ഞിട്ട് 1-to-1 വരുന്നുണ്ട്. പല ഓപ്ഷൻ ചോദിച്ച് വരുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ 1 മാസം 2 മാസമൊക്കെ ഒരു ഓപ്ഷൻ ചോദിച്ച് നമ്മളെ 1-to-1 ബുക്ക് ചെയ്ത് വരുന്നത് നമുക്ക് എന്ത് ഓപ്ഷനാണ് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ ചിന്താഗതി. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള വിസ തട്ടിപ്പുകാർ പറയുന്ന പോലെ ആ വിസയുണ്ട് ഈ വിസയുണ്ടെന്ന് പറഞ്ഞ് ഉള്ള രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് വീണ്ടും പറ്റിച്ച് അവരെ നാട്ടിലേക്ക് എത്തിവരുത്താൻ ഉള്ളൊരു മനസ്ഥിതി ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് പണ്ടുമില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി കാര്യം പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നില്ലെങ്കിൽ മടങ്ങി പോവുക, അല്ലെങ്കിൽ ഒരു പുതിയ
സ്റ്റുഡൻറ്റ് വിസയോ മറ്റ് വിസയോ, എന്നാലും അവിടെ നമുക്കൊരു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമാണ് അവിടുത്തെ, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. സോ അതൊക്കെ ഓക്കെ, നമ്മൾ 1 to 1 സംസാരിക്കുന്ന കാര്യങ്ങളാണ്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ UK കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, റിവേഴ്സ് മൈഗ്രേഷൻ്റെ. കാരണം ഈ മാസങ്ങളിൽ ഒരുപാട് പേര് മടങ്ങാനായിട്ട് പോകുന്നു. ഈ വർഷത്തിനകത്ത് ഒരുപാട് പേര് മടങ്ങാനായിട്ട് പോകുന്നു. ഇതിൽ ആരാണ് മടങ്ങാനായിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും UK കയറി വന്ന് എന്തെങ്കിലും കാണിച്ച് UK നിൽക്കാമെന്ന് ചിന്തിച്ചവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഏജൻസികൾ പറയും, എന്നാൽ MBA എടുത്തോ, എന്നാൽ പബ്ലിക് ഹെൽത്ത് എടുത്തോ, ഇല്ലെങ്കിൽ ഇതാ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എടുത്തോ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനേജ്മെൻറ്റ് കോഴ്സ്, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കോഴ്സുകൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് കയറ്റിവിട്ട ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കയറിപ്പോയി, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലും ചേട്ടൻ കയറിപ്പോയി, ഇല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം ഫണ്ട് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഒരു വർക്ക് വിസ കിട്ടും, കെയർ വിസ കിട്ടും, ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാം എന്നൊക്കെ വിചാരിച്ച് കയറിയ പാവങ്ങളാണ് ഇവരെല്ലാം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആയി, നാട്ടിൽ നിന്ന് കയറി മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു. ലോണുകൾ എടുത്തു, കടങ്ങൾ എടുത്തു, വീടുകൾ വിറ്റു, ഗോൾഡ് പണയം വെച്ചു, പല കാര്യങ്ങൾ ചെയ്തു. അവരങ്ങനെ UK കയറി വന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ പലർക്കും തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് UK തുടരുന്ന സാഹചര്യം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും പലരും ഇപ്പോൾ എൻ്റെ മോനെ കാണാനില്ല, അനിയനെ കാണാനില്ല, അനിയത്തിയെ കാണാനില്ല, ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഇപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ, ഇവരെ കാണാനില്ല, കുറച്ച് മാസങ്ങളായി, എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത് കുറച്ചങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇവിടെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ഇവർ വേറെ നിവർത്തിയില്ല, നാട്ടിലോട്ട് തിരിച്ച് ഇറങ്ങി ചെല്ലാനും ആവില്ല, വീട്ടുകാരുടെ അടുത്ത് പറയാനും പറ്റില്ല എന്ന സാഹചര്യത്തിൽ അവർ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതും എനിക്ക് മനസ്സിലായി. ഞാൻ അതിൻ്റെ പുറകിൽ അന്വേഷണം അന്ന് തന്നെ നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകെ പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരെ നമ്മളായിട്ട് പിടിച്ച് നാട്ടിൽ കയറ്റി വിടേണ്ട ഒരു സാഹചര്യമായിരിക്കും വരിക. കാരണം നമ്മൾ പോകുന്ന സമയത്ത് പോലീസിനെയും കാര്യങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടാനും നാട്ടിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. പല കേസുകളിലും പോലീസ് കേസ് പോലും എടുക്കുന്നില്ല. കാരണം പോലീസിന് അങ്ങനെ ഒരു റൂമർ വെച്ചിട്ടൊന്നും കേസെടുക്കാനായിട്ട് ഇവിടെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതും ഭയങ്കരധികം ദുഷ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു സാഹചര്യങ്ങളിൽ. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും UK കയറി വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിച്ചവർക്കാണ് ഈ ഒരു കൂടുതൽ പ്രശ്നം കിട്ടി. ഇനിയിപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതേ പണി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ജോലി കിട്ടാതിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പച്ചയായ സത്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാലറി ത്രഷോൾഡ് 10-38,000 പൗണ്ട് അല്ലെങ്കിൽ 30,000 മേലെ സാലറി ഇവിടുത്തെ എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ ഇവിടെ വന്ന് ഒരു MBA പോലുള്ള ഒരു കോഴ്സും പഠിച്ച് നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിക്കുമ്പോൾ എംപ്ലോയർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഈ നിങ്ങൾ എടുക്കേണ്ട ആവശ്യം? കാരണം ഒരു ഫ്രഷറിന് 38,000-30,000 പൗണ്ടൊക്കെ നമ്മൾ കൊടുക്കണോ എന്നുള്ള ചിന്ത വരും. നോർമലി എല്ലാവർക്കും 10,000, 20,000, 23,000, 24,000 പൗണ്ടിന് ഇവിടെ ആളെ കിട്ടുമ്പോൾ എന്തിനാണ് അവർക്ക് 30,000 കൊടുക്കേണ്ടത്, എന്തിനാണ് സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഭൂരിഭാഗം ആൾക്കാർക്ക് കിട്ടാതെ. ഒരു 100-ൽ ഒരു 10 പേർക്ക് കിട്ടും. കാരണം 10 പേര് അവിടെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പാർട്ട് ടൈം തന്നെ അവിടെ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ പാർട്ട് ടൈം കഴിഞ്ഞ് PSW കിട്ടുമ്പോഴും അവിടെ തന്നെ തുടർന്ന് കഴിഞ്ഞ് ഒരു പക്ഷേ അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാനായിട്ട് നോക്കും. അങ്ങനെ ഒരുപാട് പേര് കയറിയിരിക്കുന്നവർ എനിക്കറിയാം. കാരണം അവരുടെ വിസ ഫയലിംഗ് തൊട്ട് പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ വിസ ഫയലിംഗ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഗൈസ്, പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ കണ്ണടച്ച് ഏജൻസികളുടെ വാഗ്ദാനവും കേട്ട് UK കയറി വരുമ്പോൾ തീർച്ചയായിട്ടും പണി കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ റിവേഴ്സ് മൈഗ്രേഷൻ ഇവിടെ ഇനിയും നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, ഇനിയും കൊഞ്ഞനം കുത്താൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നാളെ ഇതേ അവസ്ഥ, അല്ലെങ്കിൽ നാട്ടിലിരുന്ന് ഏജൻസികളായിരിക്കും കൊഞ്ഞനം കുത്തുന്നത്. അവരുടെ അടുത്ത് പോയി പണി മാറി നിൽക്കട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. സോ മാറി നിൽക്കട. അപ്പോൾ ഗൈസ്, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ എല്ലാ രാജ്യത്തും നടക്കുന്നുണ്ട്. എല്ലാ രാജ്യത്തിലും ഈ പ്രശ്നങ്ങളുണ്ട്. കാരണം മൈഗ്രൻസ് ക്രൈസിസ് ആണ്. അതുമാത്രമല്ല, പണ്ട് വളരെ ലിബറലായിട്ടുള്ള ഗവൺമെൻറ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള നിയമമാറ്റങ്ങൾ കൊണ്ടുവന്ന് ആൾക്കാരെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇപ്പോഴൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ നിയമങ്ങളും മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ആരും പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, പണ്ട് അവർ റൂൾസുകൾ ഇളവുകൾ വരുത്തി ആൾക്കാരെ കയറ്റിയപ്പോൾ ഇപ്പോൾ നേരെ വളരെ ഫാർ റൈറ്റ്, അല്ലെങ്കിൽ എല്ലാ യൂറോപ്യൻ കൺട്രീസിലേക്കും ഇവരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ നിയമങ്ങൾ കടുകട്ടിയാക്കി അവർക്ക് ആവശ്യമില്ലാത്തവരെ അവർ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ US. അതുമാത്രമല്ല, ഇപ്പോൾ പല യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രിയ അടക്കം കുറേ ആൾക്കാരെ പുറത്താക്കുന്നു, സ്വീഡൻ അടക്കം കുറേ ആൾക്കാരെ പുറത്താക്കാൻ വരുന്നു, നിയമങ്ങളിൽ കടുകട്ടിയായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു, VFSൻ്റെ അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ഓരോ ആളുകളും ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് ഇതെല്ലാം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കി റിസർച്ച് ചെയ്ത് വരിക.
പിന്നെ ഇനി ആര് യു കെയിലേക്ക് വരണം എന്നുള്ള ചിന്ത വരുവാണെങ്കിൽ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരുന്നവർ പഠിക്കാൻ മെൻറ്റാലിറ്റി ഉള്ളവർ കയറി വരിക. 2 ഇയർ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ മാത്രം മനസ്സ് വെച്ച് കയറുക എന്നുള്ളതാണ് പറയാനുള്ളത്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ വന്ന് നിങ്ങൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എടുക്കുക, നിങ്ങൾ ഇവിടെ ഇടുന്ന പൈസ തിരിച്ചെടുക്കുക, ജോലി കിട്ടിയാൽ ഹാപ്പി, അതല്ലെങ്കിൽ മടങ്ങിപ്പോവുക എന്നുള്ളത് തന്നെയാണ് ഒരവസ്ഥയുള്ളത്. ഓക്കെ, പക്ഷേ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഇപ്പോഴും ഗവൺമെൻറ് നിയമങ്ങളിൽ ഇളവുകൾ കൊണ്ടുവരാൻ വരുന്ന ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് എന്താ പറയുക അങ്ങനെ ഒരു സബ്ജക്റ്റൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് കൂടുതലും ഇപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ IT എഞ്ചിനീയറിംഗ് അടക്കം യു കെയിൽ റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ കൊണ്ടുവരണം എന്ന് ഇവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ നിരന്തരമായിട്ട് വരുന്ന മൈഗ്രൻസിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ് തല തിന്നുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആകെ മൊത്തത്തിൽ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം കൂടി, ഗവൺമെൻറ് അടക്കം പ്രഷറിലാണ്, അവർക്കത് ചെയ്യാതിരിക്കാൻ വഴിയില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. വരുന്ന സമയങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് വഴിയിലൂടെ സെൽഫ് സ്പോൺസർഷിപ്പ് മറ്റ് പല വഴികളിൽ ബിസിനസ്സുകളും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ വളരെ വ്യക്തമായിട്ടൊന്ന് സൂക്ഷിക്കുക. മലയാളികളെ ഫോക്കസ് ചെയ്ത് ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ വലിയ കുറവുകൾ ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം യു കെയിൽ വന്നിരിക്കുന്ന വലിയ വിഭാഗം സ്റ്റുഡൻസ് ആണ് യു കെയിലുള്ളത്. അവർക്ക് പലർക്കും ഇപ്പോൾ ജോബ് ആയിട്ടില്ല, മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരും. ബിസിനസ്സുകാർ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ചെയ്യുക. അതായത് മലയാളികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാവരുത്, മൈൻഡ് ചെയ്യുക. ഓക്കെ, കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും വിഷമിക്കരുത്. കാര്യം ഇതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. അപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ വലിയ തോതിൽ വർദ്ധിക്കാൻ പോകുന്നു. ഈ മാസങ്ങളിൽ പോകുന്നവരെത്ര ഒന്ന് താഴ്ത്തുനിന്ന് കമൻറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പോകാൻ നിൽക്കുന്നു. ഈ വർഷം തന്നെ ഒരുപാട് പേര് മടങ്ങി പോകാനായിട്ട് തയ്യാറാവുന്നു. ജനുവരി ഇൻടേക്ക് വന്നവർക്ക് സമയമായി, ഇനി സെപ്റ്റംബർ ഇൻടേക്ക് വന്നവർക്കുള്ള സമയമാവുന്നു. അപ്പോൾ ഗായ്സ്, യു കെയിലേക്ക് വരുന്ന ഒരു റിക്വസ്റ്റ്, യു കെയിൽ ആവശ്യമുള്ള മേഖലയിലേക്ക് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനകത്തുള്ള ജോബുകളിലേക്ക് ഇല്ലെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിൽക്കാം. പിന്നെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അതായത് നാളെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മടങ്ങിപ്പോകുന്നവർക്ക് സപ്പോർട്ടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ബിസിനസ് സെൽഫ് സ്പോൺസർഷിപ്പിൻ്റെ പ്ലാനുകളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേയധികം സപ്പോർട്ടുകളും അതല്ല കുറേയധികം ഇൻവെസ്റ്റേഴ്സ് പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിലൂടെ നിങ്ങളെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ളത് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്, പല വഴികളിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം വേറൊന്നുമല്ല, അത് നടക്കുവാണെങ്കിൽ ഒരുപാട് പേർക്കല്ല, എന്നെക്കൊണ്ട് 10 പേർക്കെങ്കിലും 10 പേർക്ക് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ ചെയ്യുന്നതായിരിക്കും. സോ റിവേഴ്സ് മൈഗ്രേഷൻ യു കെ തൊട്ടടുത്ത് നടക്കാൻ പോകുന്നു. കാനഡ ഈ വരുന്ന മാസങ്ങളിൽ 2.5 മില്യൺ ആളുകളെ കയറ്റി അയക്കുന്നു. സോ ഗൈസ്, ഫാക്ട്സ് പറഞ്ഞതിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാണാം, ബൈ.